Hi dears. നമ്മൾ കഴിഞ്ഞ കുറച്ച് എക്സാമുകളൊക്കെ കണ്ടു നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മുഴുവൻ കാര്യങ്ങളൊന്നും എന്തായാലും ചോദിക്കില്ല, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗത്തിലൊന്നും നിങ്ങളിലൂടെ പഠിപ്പിച്ചു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ എക്സാമുകളിൽ ഒരുപാട് കുട്ടികൾ പറഞ്ഞു ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ തീരെ ശ്രദ്ധിക്കാതെ പോയി. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കണ്ടിട്ട് കൃത്യമായി പഠിച്ചു തന്നെ പോവുക. നിങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ എന്ത് ചെയ്യാം അല്ലെ, ഈ കുറച്ച് ഭാഗങ്ങളുടെ വേഗത്തിൽ ഓടിപ്പോവാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയിട്ട് പോകേണ്ടത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് നമുക്കറിയാം, ഏർലി ഹ്യൂമൻ ലൈഫ് അഥവാ ആദ്യകാല മനുഷ്യ ജീവിതം അല്ലെ. ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ആദ്യകാല മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് തെളിവ് ലഭിച്ച ഒരു സ്ഥലമാണ് അല്ലെ ഏതെന്ന് പറയുന്നത് ഭിംബേഡ്ക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം. അവിടെ റോക്ക് ഷെൽട്ടേഴ്സ് അല്ലെ, കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് പാലിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്തൊക്കെയായിരുന്നു, അഥവാ അല്ലെ എന്തൊക്കെയായിരുന്നു നമ്മൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും സാങ്കേതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. കല്ലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് റഫ് ആയിട്ടുള്ള കല്ലുകളാണ് അവർ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന കുറച്ച് മാറ്റങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് നിങ്ങൾ കണ്ടിട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. ജസ്റ്റ് 1, 2, 3 പോയിന്റെങ്കിലും മിനിമം പഠിച്ചു പോവാം. 2 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ മെസോലിത്തിക് ഏജിൽ വന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാം. ആ മാറ്റങ്ങൾ ഭയങ്കര ഈസിയാണ് നമുക്ക് പഠിക്കാൻ അല്ലെ. മനുഷ്യന്മാർ എന്ത് ചെയ്തു? ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് അല്ലെങ്കിൽ ഡോഗ്സ്, മൃഗങ്ങളെ പ്രത്യേകിച്ചും നായയെ ഇണക്കി വളർത്തിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റിൽഡ് ലൈഫ്, സ്ഥിരതാമസം തുടങ്ങിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ യൂസ്ഡ് എന്താണ്, ആരോസ് ആൻഡ് ബോസ്, അമ്പും വില്ലും അവർ ഉപയോഗിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു എളുപ്പമുള്ള ഒരു 4 പോയിന്റ് ഇവിടെയും നിങ്ങൾ പഠിച്ചിട്ട് പോവാം. മെസോലിത്തിക് ഏജിനെ കുറിച്ച് നിങ്ങൾക്ക് തെളിവ് കിട്ടിയ 2 സ്ഥലങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? ആദംഘർ ആണ്. രണ്ടാമത്തെ ഏതാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് ആദംഗഡ് ആണ്, മറ്റൊന്ന് ബഗോർ ആണ്. ബഗോർ അല്ലെ, രാജസ്ഥാനിൽ. ഇതും പഠിച്ചു വെക്കാം. ഇനി നിയോലിത്തിക് ഏജിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത്, നിയോലിത്തിക് ഏജ് റെവല്യൂഷൻ അല്ലെങ്കിൽ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ, ഗോർഡൻ ചൈൽഡ് ആണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൂടി നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മനുഷ്യന്മാരിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായ പീരീഡാണ്, അതുകൊണ്ട് ഇത് പഠിക്കാതെ പോകരുത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഹരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ ചോദ്യം പ്രതീക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ മെസപ്പൊട്ടോമിയൻ. അപ്പോൾ നമ്മൾ ഹാരപ്പനൊക്കെ പഠിച്ചു പോയി ചിലപ്പോൾ എന്ത് ചെയ്യും, മിക്കവാറും മെസപ്പൊട്ടോമിയോ ഈജിപ്ഷ്യനൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ പഠിച്ചു വെക്കേണ്ട, എപ്പോഴും നോക്കി വെക്കേണ്ട ചെറിയ ചോദ്യം ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട, ഈ ഭാഗത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹരപ്പൻ സിവിലൈസേഷൻ തകർന്നു പോകാനുണ്ടായ കാരണങ്ങളാണ്. ഫ്ലഡ്, വെള്ളപ്പൊക്കം; എക്സ്റ്റേണൽ ഇൻവേഷൻ, പുറമെന്നുള്ള അക്രമം; ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം; ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, കൃഷിയുടെ നാശം; ആൻഡ് എപ്പിഡമിക്സ്. മറ്റും നമ്മൾ നോക്കാനുള്ളത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അല്ലെ. അനലൈസ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ശാസ്ത്ര രംഗത്തും ഗണിത രംഗത്തും ഈജിപ്തുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈജിപ്തുകാർ ശാസ്ത്ര മേഖലയിൽ വന്ന മാറ്റം എന്താണ്, ഗണിതശാസ്ത്ര മേഖലയിൽ ഉണ്ടായ മാറ്റം എന്താണ്. ഈജിപ്തുകാരെ കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞിരിക്കേണ്ടത്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ നദിയുടെ തീരത്താണ്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ എഴുത്തിന്റെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഴുത്ത് വിദ്യ എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവരെന്തൊക്കെയാണ് ശാസ്ത്ര മേഖലയിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് ചോദിച്ചാൽ, ദേ ഫോർമുലേറ്റഡ് എ സോളാർ കലണ്ടർ. എന്ന് വെച്ചാൽ സൂര്യനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലണ്ടർ അല്ലെ 365 ദിവസമാണെന്നും അല്ലെ, ഒരു വർഷം 12 മാസമാണെന്നും അല്ലെ, ഒരു മാസം 30 ദിവസമാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 30 ദിവസമുള്ള ഓരോ മാസങ്ങൾ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സമയങ്ങൾ അവർ 5 ദിവസം അവർ സെലിബ്രേഷൻ, ആഘോഷത്തിനായി മാറ്റിവെച്ചു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ് മറ്റൊരു കാര്യം പറയാനുള്ളത്, അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയുന്നത്, അവരെന്ത് ചെയ്തു എന്നാ പറയുന്നത്, ട്രയാങ്കുലർ ആൻഡ് റെക്ടാങ്കുലർ അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ, ത്രികോണത്തിന്റെയും ചതുരത്തിന്റെയും വിസ്തൃതി, അതെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ശാസ്ത്ര മേഖലയിലുള്ള 2 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ, ഒന്ന് സൺ ഡയൽ എന്ന് പറയുന്ന സാധനം. സൺ ഡയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സൂര്യഘടികാരം. ആൻഡ് അടുത്തേതാണ് വാട്ടർ ക്ലോക്ക് ആണ്. എന്ന് വെച്ചാൽ ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ജലഘടികാരവും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രധാനമായിട്ടും അവർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ ശാസ്ത്ര മേഖലയിൽ വന്ന മാറ്റമാണ്. മെസപ്പൊട്ടോമിയക്കാരെ കുറിച്ചാണെങ്കിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. ഈജിപ്തുകാർ നമുക്കറിയാം എന്തിനെ നോക്കിയിട്ടാണ് കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്, സൂര്യൻ അല്ലെ, സണ്ണിനെ ആണെങ്കിൽ മെസപ്പൊട്ടോമിയക്കാർ എന്താണ്, മൂൺ അല്ലെ, ചന്ദ്രൻ നോക്കിയാണെന്നൊക്കെ നമുക്കറിയാം. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും. ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങ് പോവാ, മൈക്കൊക്കെ തരിക, ഞാനങ്ങ് തുടങ്ങാം. ഓക്കെ, യെസ്.
അപ്പോൾ എനിവേ ബാക്കി കഥ ഞാൻ പറയാം. ഭൂമിയുടെ ഉള്ളറയിൽ ഭൂവൽക്കം ഉണ്ട്, മാൻറ്റിലുണ്ട്, പുറക്കാമ്പുണ്ട്, ആക്കാമ്പുണ്ട്, ഔട്ടർ കോർ ഉണ്ട്, ഇന്നർ കോർ ഉണ്ട്. അങ്ങ് നേർന്ന് കഴിഞ്ഞ് പോവാം. ഓക്കെ, യെസ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്തായാലും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നിന്ന് ചോദ്യം മീൻസ് നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് ജോഗ്രഫി ആയിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് 4ാമത്തെ ചോദ്യം. ഓക്കെ, അതിൽ ചോദ്യം വരാൻ ചെയ്ത് ഇന്ന് തന്നെ ചോദ്യം വരും, അത് ഉറപ്പാണ്. അപ്പോൾ ക്രസ്റ്റ് എന്താണെന്ന് നമുക്ക് എൻ്റെ കുഞ്ഞു മക്കളും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള തിന്നർ ഔട്ടർ ലെയറിന് അല്ലെങ്കിൽ ഔട്ടർ ഷെല്ലിന് നമ്മൾ പറയുന്ന പേരാണ് ക്രസ്റ്റ് എന്നുള്ളത്. പുറത്തുള്ള പാളി, ഏറ്റവും പുറമേയുള്ള താരതമ്യേന കനം കുറഞ്ഞൊരു നേരത്തെ പാളിയാണ് ക്രസ്റ്റ്. 40 കിലോമീറ്ററാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്, 40 കിലോമീറ്റേഴ്സ്. ഒരു കാര്യം കൂടെ എൻ്റെ കുഞ്ഞു മക്കൾ ശ്രദ്ധിക്കണം, കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്. ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് വെച്ചാൽ വൻകര ഭൂവൽക്കം, ഓഷ്യാനിക് ക്രസ്റ്റ് സമുദ്ര ഭൂവൽക്കം, സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഭാഗവും അതുപോലെ നോർമൽ നമ്മുടെ കരഭാഗവും. ഈ വൻകര ഭൂവൽക്കത്തെ നമ്മൾ പറയുന്ന പേര് സിയാൽ എന്നാണ്. എന്താ കുഞ്ഞു മക്കളെ ശ്രദ്ധിക്കുക, സിയാൽ എന്നാണ് പറയുക, സിയാൽ. അതുപോലെ ഓഷ്യാനിക് ക്രസ്റ്റിനെ സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ പറയുന്ന പേര് സിമ എന്നാണ്. മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സിയാലും സിമയും പഠിച്ചു വെക്കാൻ എളുപ്പപ്പണിയുണ്ട്. സിയാലിന്റെ കൂടെ ലാൻഡ്, എല്ലുണ്ടല്ലോ ലാൻഡ് ആക്കുക, സിമ ഉണ്ടല്ലോ സമുദ്രം, സിമ എന്താക്കി മാറ്റുക സമുദ്രം, സമുദ്രം എന്ന് വെച്ചാൽ ഓഷ്യൻ. അങ്ങനെ പഠിച്ചാൽ പരിപാടി തീർന്നു. അപ്പൊ സിയാൽ എന്നുള്ള വാക്ക് കിട്ടിയത് സിലിക്കയും അലുമിനിയം കൂടെ ചേർന്നിട്ടാണ് സിയാലായിട്ട് മാറിയത്. സിമ, സിലിക്കയും മാഗ്നീഷ്യം. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമ്മുടെ ക്രസ്റ്റ് കഴിഞ്ഞ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നത് മാൻഡിലാണ്. മാൻഡിൽ അത് പേര് പോലെ മീൻസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൊക്കേറ്റഡ് ബിനീത്ത് ദ ക്രസ്റ്റ്, ക്രസ്റ്റിന് താഴെ കാണുന്നു. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തത് എത്ര വരെ ഡെപ്തിൽ നമ്മുടെ മാൻഡിൽ ഉണ്ട്. ക്രസ്റ്റിന്റെ താഴെ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം 2900 കിലോമീറ്റർ താഴെ വരെ ആരാണ് നമ്മുടെ മാൻഡിൽ. ഓക്കെ, കനം കൂടിയ ഭാഗം തന്നെയാണ്, ഏറ്റവും കനം കൂടിയതല്ല, കനം കൂടിയൊരു ഭാഗം തന്നെയാണ്. ഇനി ഇതിനും 2 ഭാഗമുണ്ട്, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. മക്കൾ ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അതായത് ഉപരി മാൻഡിലും അധോ മാൻഡിലും. നെക്സ്റ്റ് കോർ ആണ്. കോർ അഥവാ കാമ്പ് എന്ന് പറയും. അതായത് 2900 വരെ നമ്മൾ പറഞ്ഞു മാൻഡിലാണെന്ന്. 2900 മുതൽ ഭൂമിയുടെ ഉൾഭാഗം വരെ 6371 കേന്ദ്ര ഭാഗം വരെ ആരാണ്, കോറാണ്. കോറിനും 2 ഭാഗമുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും. ഈ ഇന്നർ കോറിന് നമ്മൾ പറയുന്ന പേര് നിഫെ എന്നാണ്. എന്താ നിഫെ എന്ന് ചോദിച്ചാൽ നിക്കലും ഫെറസും, നിക്കലും ഇരുമ്പുമാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കമ്പോണന്റ്. നിക്കലും ഇരുമ്പുമാണ് അകക്കാമ്പിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നിഫെ എന്നാണ്. എന്തൊക്കെയാണെന്ന് ആലോചിച്ച് വെക്കണം. നിക്കലും അയണും അയൺ എന്ന് വെച്ചാൽ ഇരുമ്പ്, അറിയാലോ. ഓക്കെ, മക്കൾ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ലിസൺ. അടുത്ത ലിത്തോസ്ഫിയർ, ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ. ഇവ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറയും. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിലും, ക്രസ്റ്റും മാൻഡിലും കൂടെ ചേർന്നാൽ, ഭൂവൽക്കത്തിന്റെയും മാൻഡിലിന്റെ മുകൾ ഭാഗവും കൂടെ ചേർന്നാൽ എന്തായി മാറി, ലിത്തോസ്ഫിയർ ആയി മാറി. അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് കാണപ്പെടുന്ന, ലിത്തോസ്ഫിയറിന്റെ ബിനീത്ത് എന്ന് വെച്ചാൽ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ അസ്തനോസ്ഫിയർ എന്നുള്ളത്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാർഷ്യലി മോൾട്ടൺ എന്നാ പറയാ, ഉരുകിയ അവസ്ഥയിലാണ്. ഇത് തന്നെയാണ് നമ്മുടെ ലാവയുടെ ഒറിജിൻ. ലാവ എന്ന് മനസ്സിലാവില്ല, ലാവ എന്താണെന്ന് അറിയില്ല, വാവയല്ല കേട്ടോ, ലാവയുടെ ഒറിജിൻ എന്ന് വെച്ചാൽ അഗ്നിപർവ്വതമൊക്കെ പൊട്ടുന്ന സമയത്ത്, വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് പുറത്തു വരുന്ന സാധനമാണ് ഈ ലാവ. ഓക്കെ, ലാവയുടെ ഒറിജിനും അസ്തനോസ്ഫിയർ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ അസ്തനോസ്ഫിയറും ലിത്തോസ്ഫിയറും. മാറിപ്പോരുതും. ഇനി ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇഗ്നേസ് റോക്കും സെഡിമെന്ററി റോക്കും മെറ്റാമോർഫിക് റോക്കും. NMMSന്റെ പരീക്ഷയ്ക്ക് വരെ ചോദിച്ച സാധനം കൂടിയാണ് കേട്ടോ. വിവിധ തരം റോക്സ്, വിവിധ തരം ശിലകൾ. ഓക്കെ, മലയാളപ്പെടുത്തുന്നു കേട്ടോ. ഇതിൽ നമ്മൾ നോക്കേണ്ടത് മോൾട്ടൺ ആയിട്ടുള്ള ലാവ അല്ലെ മോൾട്ടൺ മെറ്റീരിയൽ സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, റോക്ക് മെറ്റീരിയൽ സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന റോക്കാണ് സോളിഡിഫൈങ് എന്നാ പറയുന്നത്. ഉറയ്ക്കുക, തണുത്തുറയുക. ഉരുകിയിട്ട് ഒലിക്കുന്ന സാധനം തണുത്തുറയും. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കട്ടയായിട്ട് മാറില്ല, അതുപോലെ ഉരുകിയിട്ട് പുറത്തു വരുന്ന ലാവ സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റോക്കാണ് ഇഗ്നേസ് റോക്ക്, അതായത് ആഗ്നേയശില. എങ്ങനെയാണ് ഈ ലാവ പുറത്തു വരിക? വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ക്രസ്റ്റിൽ, ഭൂവൽക്കത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകളിലൂടെയൊക്കെ ഈ ലാവ പുറത്തു വരും. അങ്ങനെയാണ് സോളിഡിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ വേറൊരു പേരും കൂടെ പറയാറുണ്ട്. യെസ്, പ്രൈമറി റോക്ക് എന്നും കൂടെ പറയാറുണ്ട്. ലിസൺ, പ്രാഥമിക ശില എന്നും കൂടെ പറയും. എന്താ സാർ പ്രാഥമിക ശില, അതാ പ്രൈമറി റോക്ക്. ഈ റോക്കിൽ നിന്നാണ് മറ്റു റോക്കുകൾ ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ഗ്രാനൈറ്റും ബസാൾട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് സെഡിമെന്ററി റോക്ക്. സെഡിമെന്റ് എന്ന് വെച്ചാൽ റോക്കുകൾ പൊടിഞ്ഞുണ്ടാവുന്ന അവസാദങ്ങൾ, അവസാദശില എന്നാ പറയാ. അവസാദശില റോക്കുകൾ പൊടിഞ്ഞിട്ടുണ്ടാവുന്ന പൊടികൾക്ക് പറയുന്ന പേരാണ് സെഡിമെന്റ്സ്. ഈ സെഡിമെന്റ്സ് കുറെ കാലം ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് കൂടിച്ചേർന്ന് ഒട്ടിപ്പിടിച്ചിട്ട് പുതിയൊരു ശിലയായിട്ട് മാറും. പക്ഷെ
പക്ഷേ അതിന് കട്ടി കുറവായിരിക്കും, തിക്നെസ് മീൻസ് ഒരു സ്ട്രെങ്ത് കുറവായിരിക്കും. ലിസൺസ് നോക്കൂ, റോക്സ് അണ്ടർ ഗോ വെതറിങ്. വെതറിങ് എന്ന് വെച്ചാൽ പൊടി 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 പൗഡറായിട്ട് മാറും. അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഡെബ്രിസ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് അടിഞ്ഞുകൂടും. അടിഞ്ഞുകൂടാൻ മീൻ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ അത് ഒട്ടിപ്പിടിച്ച്, ലിസൺ, ആ ഒട്ടിപ്പിടിക്കുന്ന വാക്കാണ് ലിത്തിഫൈഡ് എന്ന് പറയും. കട്ടിയായിട്ട് മാറും. ചെറിയ ചെറിയ പൊടികളെല്ലാം കൂടെ ചേർന്ന് ഒരു കട്ടയായിട്ട് മാറും. മണൽക്കട്ട കണ്ടില്ലേ? മണൽ എവിടെയെങ്കിലും കൂട്ടിയിട്ടാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് മാറും. അങ്ങനെ ഉണ്ടാവുന്ന റോക്കുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സെഡിമെൻ്ററി റോക്ക്. അവസാദങ്ങൾ, സെഡിമെൻറ്റുകൾ കൂടി ചേർന്ന് റോക്കായിട്ട് മാറുക, ഒട്ടിപ്പിടിച്ച റോക്കായിട്ട് മാറുക. കട്ടി മീൻസ് കനം മീൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ തിക്ക് എന്താ പറയുക, സ്ട്രെങ്ത് കുറവായിരിക്കും. ഒന്ന് തട്ടിയാൽ തന്നെ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. ഓക്കെ, അങ്ങനെയുള്ള റോക്കുകളാണ് സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും. എന്താ? ചുണ്ണാമ്പ് കല്ലും മണൽക്കല്ലും. ഇതാണ് അവസാദ ശിലക്ക് എക്സാമ്പിൾ. ഇത് ഓരോ ലെയറായിട്ട് കാണാം. ആദ്യം സെഡിമെൻറ്റ് വരും, അതിൻ്റെ മുകളിൽ വീണ്ടും സെഡിമെൻറ്റ് വരും. ഇങ്ങനെ ലെയറായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അതിന് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റോക്ക് അല്ലെങ്കിൽ അടുക്ക് ശിലകൾ എന്ന് പറയുന്നു. അടുക്കി അടുക്കി വെച്ച പോലെയുള്ള ശിലകൾ എന്ന് പറയുന്നു. ദെൻ കായാന്തരിത ശില, മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്ന റോക്ക്. ശരി, എന്താണ് ഈ മെറ്റാമോർഫിക് റോക്ക് എന്ന് വെച്ചാൽ? സംഭവം ഇത്രേ ഉള്ളൂ. ഈ ഇഗ്നേയസ് റോക്കും അതുപോലെ സെഡിമെൻ്ററി റോക്കൊക്കെ ഹൈ പ്രഷറിനും ഹൈ ടെമ്പറേച്ചറിനും, ഉയർന്ന മർദ്ദത്തിനും അതുപോലെ താപത്തിനും അടിയിലാകുന്ന സമയത്ത് നല്ല പ്രഷറും കൊടുക്കുക, നല്ല ഫോഴ്സും കൊടുക്കുക, നല്ല ടെമ്പറേച്ചറും കൊടുക്കുക. അത് ആരാ കൊടുക്കുക? എർത്തിൻ്റെ കൊടുത്തോളും. എർത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന കാര്യമാണ്. എർത്തിനുള്ളിൽ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറാണ്. അറിയാം, ഉള്ളിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചറും പ്രഷറും കൂടി വരും. അത് കാരണം റോക്കിൻ്റെ സ്ട്രക്ചർ മാറും, റോക്കിൻ്റെ നേച്ചർ മാറും, റോക്കിൻ്റെ കോമ്പോസിഷൻ മാറും, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ആൾട്ടർ ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന റോക്കുകളാണ് മെറ്റാമോർഫിക് റോക്ക്. നോക്കടാ, കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും ഉണ്ടാകും ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. യെസ്, അങ്ങനെയാണ് മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാകുന്നത്. സെഡിമെൻ്ററി റോക്കും അതുപോലെ ഇഗ്നേയസ് റോക്കൊക്കെ മെറ്റാമോർഫിക് റോക്കായിട്ട് മാറുന്നത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും അപ്ലൈ ചെയ്യുമ്പോഴാണ്. എക്സാമ്പിൾ മാർബിളും സ്ലേറ്റുമാണ്. ഏത് എക്സാമ്പിൾ? മാർബിളും സ്ലേറ്റുമാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും മെറ്റാമോർഫിക് റോക്കാണ്. ഓക്കെ, യെസ്, ഇതിൻ്റെ കുഞ്ഞുമക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് വെതറിങ് ആണ്, അറിയാവുന്ന കാര്യമാണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് ആൻഡ് ഫ്രീസിങ് ഓഫ് വാട്ടർ, താപനിലയിലെ വ്യത്യാസം, വെള്ളം ഐസാകുന്നത് കാരണം ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, വെതറിങ് അപക്ഷയം ഏതാണെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം, ഇതൊരു ഭൗതിക അപക്ഷയമാണ്, ഫിസിക്കൽ വെതറിങ് ആണ്. ഇതിൽ ടെമ്പറേച്ചർ മാറാണ് ചെയ്തത്, അല്ലെങ്കിൽ ഐസ് ആവുന്നതൊക്കെയാണ്. ആ ഒരു പ്രോസസ് ഫിസിക്കൽ ചേഞ്ച് ആണ്. നോക്കണം, മിനറൽസ് റിയാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കേണ്ട എന്താണ്? രാസിക അപക്ഷയം, രാസപ്രവർത്തനം. അതേതാണ്? രാസികമാണ്, കെമിക്കലാണ്. ജന്തു സസ്യജാലങ്ങൾ, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അനിമലും പ്ലാന്റ്സും. അത് ജൈവിക അപക്ഷയമാണ്, ബയോളജിക്കൽ വെതറിങ് ആണ്. ഇതാണ് 3 ടൈപ്സ് ഓഫ് വെതറിങ്: കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ് ആൻഡ് ജൈവിക അപക്ഷയം, ഫിസിക്കൽ വെതറിങ്, ഭൗതിക അപക്ഷയം. ഓക്കെ, ഇനി മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലൈമറ്റ്, ഭൂപ്രകൃതി, സസ്യജന്തുജാലങ്ങൾ, ഓർഗാനിസം, സോയിൽ ഫോം ചെയ്യുന്ന കാര്യമായിട്ട് പറയുന്നത്, സമയം, അതുപോലെ മാതൃശില. പാരന്റ് റോക്ക് നല്ല സോഫ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പാരന്റ് റോക്കിൻ്റെ റോക്കിനനുസരിച്ചിട്ടാണ് എങ്ങനെയുള്ള സോയിലാണെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള സോയിലാണ് ഉണ്ടാവുക എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, റെഡ് കളറുള്ള റോക്ക് ആണെങ്കിൽ, അയൺ കണ്ടന്റുള്ള റോക്ക് ആണെങ്കിൽ അത് റെഡ് സോയിലായിട്ട് മാറും. ബ്ലാക്ക് കളർ ബസാൾട്ട് റോക്ക് ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? സിംപ്ലി ബ്ലാക്ക് സോയിലായിട്ട് മാറും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഭൂപ്രകൃതി അറിയാവുന്ന സ്ലോപ്പുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ സോയിൽ ഫോർമേഷൻ കുറവായിരിക്കും, നേരെ മറിച്ച് പ്ലെയിൻസിലേക്ക് സോയിൽ ഫോർമേഷൻ കൂടുതലായിരിക്കും. ഇത്രയുള്ളൂ. ഇതൊന്ന് പഠിച്ചു വെക്കണം. ഒരു 3 പോയിന്റ് എഴുതാൻ പറയും, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പറഞ്ഞു. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കണം. ബാക്കി കഥയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മോർണിംഗ് ലൈവിലും രാത്രിയിലെ ലൈവുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വന്ന് കാണുക, അടിച്ചു പൊളിക്കട്ടോ, നല്ലപോലെ പഠിക്കാം. താങ്ക് യു, ബൈ.